മാധ്യമപ്രവർത്തകൻ സജി മെഗാസ് ഓർമ്മയായിട്ട് 6 വർഷം. 2018 ജൂലൈ 23-ന് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന എഴുമാന്തുരുത്ത് മുണ്ടാറിലെ വെള്ളപ്പൊക്ക ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വള്ളത്തിൽ പോകുമ്പോൾ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് സജി മെഗാസ് നമ്മെ വിട്ടുപിരിഞ്ഞത്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ താമസിക്കുന്ന കുറെ കുടുംബങ്ങളുടെ ആവശ്യം എഴുമാന്തുരുത്തിനെയും മുണ്ടാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണം എന്നുള്ളതാണ്. പുഴയ്ക്ക് അക്കരെ ഇക്കരെ കയർ വലിച്ചു കെട്ടി വീപ്പച്ചങ്ങാടമുണ്ടാക്കി കയറിൽ പിടിച്ച് അക്കരെ ഇക്കരെ കടക്കുകയാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരും ജോലിക്ക് പോകുന്നവരും റേഷൻ വാങ്ങാൻ പോകുന്നവരും. നിരവധി അപകടങ്ങളുണ്ടായ ജീവൻ പൊലിഞ്ഞ ഈ സ്ഥലത്ത് ഒരു പാലം പണിയുന്നതിന് വേണ്ടി തൂണുകൾ നാട്ടിയിട്ട് വർഷങ്ങളായി. ആ തൂണിൽ പലകയിട്ടാണ് ഇപ്പോൾ സ്കൂൾ കുട്ടികളടക്കം യാത്ര ചെയ്യുന്നത്. നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും ഇവിടെ പാലം വേണമെന്ന ആവശ്യത്തിന് മുന്നിൽ ജനപ്രതിനിധികളും സർക്കാരുകളും കണ്ണു തുറക്കണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. കോളനിയിലേക്ക് അവർക്ക് യാത്രാ സൗകര്യം വളരെ ദുർഘരമാണ്. അതുകൊണ്ട് അവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരു രോഗിയെ കൊണ്ടുപോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ അവർ അവിടെ 100 വീട്ടുകാർ താമസിച്ച കോളനി നിവാസികളാണ്. പട്ടികജാതി കോളനിയാണ്. 100 വീട്ടുകാരുണ്ട്. അവർക്ക് ജീവിക്കാൻ ഒരു നിർവാഹമില്ല. ഇപ്പം ഒരു വള്ളം പിടിച്ചു വേണം അവർ ഇക്കരയിലേക്ക് എത്താൻ, ഒരു രോഗിയെ കൊണ്ടുവരാൻ. ഇപ്പോൾ ശ്വാസം മുട്ടൽ പറ്റിയ 3-4 രോഗികൾ അവിടെ ഉണ്ട്. നമ്മുടെ ഈ പാറ കോളനിയിലുണ്ട്. അവർക്കിവിടെ എത്തണമെങ്കിൽ ഒരു വള്ളം വേണം. ഇവിടെ കഴിഞ്ഞ നാളിൽ ഇവിടെ ഒരു പയ്യൻ മരിച്ചു, തോണി മറിഞ്ഞ് മരിച്ച്. നമ്മുടെ ഇവിടെ കഴിഞ്ഞ പ്രളയത്തിനെന്നാണ് നമ്മുടെ ചാനലുകാർ 2 പേര് മരിച്ചത്. അതൊക്കെ സംഭവം ഇവിടെ നിലവിലുള്ളതാണ്. എഞ്ചിനീയർ വീണ് അതിപ്പം അവർ നടന്നു പോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ ഇവിടെ. ഈ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ വാർത്ത പുറംലോകം എത്തിക്കുന്നതിന് വേണ്ടി വള്ളത്തിൽ പോകുമ്പോൾ ഉണ്ടായ അപകടത്തിലാണ് സജി മെഗാസും മാതൃഭൂമി ചാനൽ ഡ്രൈവർ തിരുവല്ല സ്വദേശി വിപിനും നമ്മോട് വിട പറഞ്ഞത്. ഇവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.